ഇത്ര ഇടപെട്ടല്ലോ. നിങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ ന്യായീകരിച്ചാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ വിജയം നൽകിയത്. ശ്രീ സുരേഷ് കുമാർ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി തലയടിച്ച് പൊട്ടിച്ച AD തോമസ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഇന്ന് MLA ആണ്. ജനാധിപത്യത്തിന്റെ സിംഹാസനത്തിൽ ആ ചെറുപ്പക്കാരനെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിടുകയാണ്. മനസ്സിലായില്ലേ? അത് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കാണിച്ച തെമ്മാടിത്തരത്തിനും തിണ്ണമിടിക്കിനും കേരളത്തിലെ പൗരബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിലാണ് സാധാരണക്കാരന് പ്രതികാരം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ജീപ്പ് അടിച്ചു പൊളിക്കാനും മനുഷ്യരുടെ തലയടിച്ചു പൊട്ടിക്കാനും അതിന് ജീവൻ രക്ഷാപ്രവർത്തനം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ആ മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് AD തോമസ് എന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ചെറുപ്പക്കാരൻ കേരള നിയമസഭയുടെ അകത്ത് ജനാധിപത്യത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. നിങ്ങൾ ഇനിയും ഇതുപോലെ ന്യായീകരിച്ചാൽ, നിങ്ങൾ ഒരുപാട് കാലം ഇതുപോലെ ന്യായീകരിച്ചാൽ നിങ്ങൾ ഇല്ലാതാക്കപ്പെടും. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അഭിപ്രായം പറയണം. നിഷ, ഞങ്ങൾ ജയിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന്റെ ജനപക്ഷത്ത് നിന്നിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലങ്ങളായിട്ടുള്ള നിരന്തര സമരങ്ങൾ, ജനങ്ങൾ ആഗ്രഹിച്ച വിഷയങ്ങളാണ് ഞങ്ങൾ മുദ്രാവാക്യങ്ങളായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയിട്ടുള്ളത്. ജനപക്ഷത്ത് നിന്ന് സമരം ചെയ്തു. ഞങ്ങൾക്ക് ചില കുറവുകൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് അത് കണ്ടറിഞ്ഞ് പഠിച്ച് തിരുത്തി മുന്നോട്ട് പോയി. അത് കൂടാതെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവികാരമുണ്ടായി. അത് കൃത്യമായി ജനങ്ങളുടെ ഓർമ്മയിലേക്ക് ഉണർത്താൻ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് പറ്റി. ഓരോ 50 മീറ്ററിലും പിണറായി വിജയന്റെ മുഖം അച്ചടിച്ച് ഫ്ലെക്സ് അടിച്ച് വെച്ചപ്പോൾ ഇവരത് ഓർമ്മിപ്പിച്ചു, ഞങ്ങളുടെ പണി എളുപ്പമാക്കി തന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ സുരേഷ് കുമാർ അടക്കമുള്ള CPMന്റെ ഔദ്യോഗിക പ്രതിനിധികൾ നമ്മൾ എത്രയൊക്കെ സാധാരണ ജനങ്ങളുടെ സങ്കടങ്ങളെ കുറിച്ച് വിലാപങ്ങളെ കുറിച്ച് പറഞ്ഞാലും ഇവർ പിണറായിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പിന്തുണച്ച് ന്യായീകരിച്ചു കൊടുത്തത് കൊണ്ടുകൂടിയാണ് ഞങ്ങൾക്ക് ഇത്ര വലിയ വിജയം കിട്ടിയത്. ഇത് ഞങ്ങളുടെ മാത്രം വിജയമാണെന്നുള്ള അഹങ്കാരം ഞങ്ങൾക്കില്ല. ഇത് കോൺഗ്രസിന്റെയും UDFന്റെയും മാത്രമല്ല, ഇത് CPMനകത്തും CPIക്കകത്തും LDFനകത്തുമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള സാധാരണക്കാരുടെ സങ്കടം മനസ്സിലാക്കുന്ന നല്ല സഖാക്കന്മാരുടെ കൂടി പിന്തുണയും ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിക്കുക. ഞങ്ങളുടെ പ്രവർത്തകർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ തലയടിച്ച് പൊട്ടിക്കപ്പെടേണ്ട ആ ചെറുപ്പക്കാർ, ജയിലിൽ പോയ ചെറുപ്പക്കാർ, കറുത്ത 10 രൂപയുടെ മാസ്ക് വെച്ചതിന്റെ പേരിൽ 10 ദിവസം ജയിലിൽ പോയ കരുതൽ തടങ്കലിലാക്കപ്പെട്ട ചെറുപ്പക്കാരുടെയൊക്കെ സങ്കടങ്ങളുണ്ടല്ലോ, അവരുടെ സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ആയിരുന്നു. മുഖ്യമന്ത്രി 80 ലക്ഷത്തിന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലൂടെ പറന്നു പോകുമ്പോൾ ടെറസിന്റെ മുകളിൽ അടക്കിയിട്ട കറുത്ത കുപ്പായം ആടിയാൽ പോലും ചെറുപ്പക്കാർ ജയിലിൽ പോകുന്ന കാലഘട്ടം, ഫാസിസ്റ്റ് കാലഘട്ടം സംഭാവന ചെയ്ത പിണറായി വിജയന്റെ പരാജയം കൂടിയാണ്. 6 റൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറകിൽ പോയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? പാർട്ടി കോട്ടകൾ പോലും തകർന്നു വീണുകൊണ്ട് CPM തകർച്ചയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഏറ്റവും വലിയ പരാജയത്തിലേക്ക്. ആദ്യത്തെ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത കേരളത്തിൽ നിന്നാണ് അവസാനത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്തെന്നുള്ള ആ ചരിത്രം കൂടി നിങ്ങൾക്ക് അവകാശപ്പെടാവുന്നതാണ്. എന്തുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നറിയോ? സാധാരണക്കാരുടെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലായില്ല. പൗരപ്രമുഖന്മാരെ വിളിച്ച് അരച്ച അണ്ടിപ്പരിപ്പിൽ മുഖ്യ ചിക്കൻ കറി കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രാതൽ കൊടുക്കുകയാണ് അല്ലെ? അങ്ങനെ പ്രാതൽ കൊടുത്തപ്പോൾ പാവപ്പെട്ട മനുഷ്യർ പിച്ചച്ചട്ടിയുമായിട്ട് ക്ഷേമ പെൻഷൻ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത് ഹൈക്കോടതിയിൽ പോകുന്നു. അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾ ഹൈക്കോടതിയിൽ വരുന്നു. എന്തിനാ? ചെയ്യാത്ത ജോലിക്ക് വാങ്ങിയ മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് 6 മാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായപ്പോ ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട്. 18, 19, 21 മാസമായിട്ട് ക്ഷേമനിധികൾ കിട്ടാത്ത മനുഷ്യരുണ്ട്. ശമ്പളം മുടങ്ങിയ മനുഷ്യരുണ്ട്. ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. സാധാരണക്കാർ പടുപട്ടിണിയിൽ കിടക്കുമ്പോൾ പോലും നിങ്ങൾ മുന്തിയ താരങ്ങളെ കൊണ്ട് കേരളത്തിൽ ദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ച കെട്ടുകാഴ്ചകൾ ഉണ്ടായിരുന്നു. 1,05,00,000 ആഡംബര വാഹനമില്ലേ ഇപ്പൊ നിങ്ങൾ ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്? അതിൽ കൊണ്ടുപോകണം ആ തോറ്റ 13 മന്ത്രിമാരെയും. നിങ്ങളുടെ ആ സിറ്റിംഗ് MLA-മാരിൽ തോറ്റുപോയ കുറെ എണ്ണങ്ങളില്ലേ, അവരെ എല്ലാത്തിനെയും പറക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ധർമ്മടത്തേക്ക് ഒരു യാത്ര നടത്തണം. പണ്ട് നിങ്ങൾ വടക്കുന്ന് തെക്കോട്ടെടുത്ത യാത്ര പോലെ ഇന്ന് നിങ്ങൾ തെക്കുന്ന് വടക്കോട്ടൊരു യാത്ര നടത്തണം ആ നവകേരള ബസ്സിൽ. അപ്പൊ കേരളത്തിൽ നവകേരള സൃഷ്ടി പൂർത്തിയാകും. ജനങ്ങൾ നിങ്ങളുടെ നവകേരള സൃഷ്ടി പൂർത്തിയാക്കി അതിന്റെ നിങ്ങൾ എഴുതി നിങ്ങൾ തന്നെ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് നാട്ടിലെ സാധാരണക്കാർ കീറി അറബിക്കടലിൽ എറിഞ്ഞതിന്റെ ആ വിളംബരമാണ് 4-ാം തീയതി കേരളത്തിൽ കേട്ടത്. ഇപ്പോഴും പഠിക്കാറായിട്ടില്ല. എന്നിട്ട് നിങ്ങൾ പറയാ നിങ്ങൾ ചെയ്തത് തെമ്മാടിത്തരവും തിണ്ടമിടുക്കും അല്ലെങ്കിൽ പിന്നെ എന്താണ് സാറേ നിങ്ങൾ ചെയ്തത്? എന്താണ്?